അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഇന്ന് സൺഡേ ആണ്. ഇത് ഞാൻ വെള്ളിയാഴ്ച എടുത്തതാണ്. വെള്ളിയാഴ്ച രാവിലെ തുടങ്ങുന്ന ദിവസം. ഞാൻ തലേ ദിവസം വൃത്തിയാക്കിയിട്ട് കിടക്കുന്നതുകൊണ്ട് കിച്ചണിലോട്ട് കയറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ഒരു ഇത് കിട്ടും. ചില ദിവസം അതൊന്നും ഉണ്ടാവില്ല, എങ്ങനെയാണെങ്കിലും ശരിയാവില്ല. അപ്പം ഇന്ന് വെള്ളിയാഴ്ച മക്കളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവർക്ക് ചായയും കാപ്പിയൊക്കെ കൊടുത്തിട്ട് മക്കളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഒരു ക്ലീനിങ് ആയാലോ എന്ന്. എല്ലാ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഞാൻ ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആകെ അങ്ങ് മോശമാവില്ലേ. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. എങ്കിലും ഞാൻ വന്ന് ഒന്നുകൂടെ വൃത്തിയാക്കലുണ്ട്. ചായയൊക്കെ എല്ലാം കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വൃത്തിയാക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ അപ്പം തന്നെ ചെയ്യുക. അപ്പം നമ്മുടെ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും എത്ര സൗകര്യം ഇല്ലെങ്കിലും കുറച്ച് വൃത്തിയായിട്ട് കിടക്കുമ്പം മനസ്സിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പറ്റുന്ന പോലെ ചെയ്യുക. അപ്പോൾ തലേ ദിവസം സെറ്റാക്കി വെച്ച് അരച്ച മാവും ഈ ഉഴുന്നും പച്ചരി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശയും ഉണ്ടാക്കാം, ഇഡ്ഡലിയും ഉണ്ടാക്കാം. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഒരു ദിവസം ദോശ അല്ലെങ്കിൽ ഒരു ദിവസം ഇഡ്ഡലി. അങ്ങനെ ഇപ്പോൾ കഥകളൊക്കെ തുറന്ന് പുറത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നിട്ട് ചെടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്ന് അപ്പോൾ എല്ലാം ചെയ്യാമെന്ന് കരുതുക. എൻ്റെ മിറ്റവും ചെടികളും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട മിക്കവർക്കും അറിയാം. ഞാൻ ലോങ് വീഡിയോ അധികം ചെയ്യാറില്ല. ചെയ്താൽ എനിക്കൊക്കെ വ്യൂസ് കുറവാണ്. കാരണം അത് അത്രയും ടൈം ആർക്കും കളയാനുണ്ടാവത്തില്ല. കാരണം ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കണം. എനിക്കും അറിയാം, ഞാനും അത്രയും കളയില്ല. നമ്മൾ സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എങ്കിലും ഷോർട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാച്ച് ടൈം കിട്ടത്തില്ല, അതിൻ്റെ വ്യൂസ് കണക്കാക്കത്തില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒരു ലോങ് വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. കുറച്ച് വ്യൂസേ കിട്ടിയാലും അത് കണക്കിലെടുക്കുമല്ലോ. അപ്പം എന്തായാലും നമ്മളിതിലൊക്കെ ഒരു ചാനലായിട്ട് തുടങ്ങി പോയി. അപ്പം നമുക്ക് കുഞ്ഞു എഫേർട്ട് ഇട്ടല്ലേ പറ്റുള്ളൂ. അപ്പം എനിക്കറിയാവുന്ന പോലെ എൻ്റെ ഫോണ് വെച്ച് അധികം ഇപ്പോൾ എൻ്റെ അടുക്കളയൊക്കെ എപ്പോൾ നിങ്ങൾ നോക്കിയാലും ഇങ്ങനെ ഞാൻ ഇട്ടേക്കും. കാരണം എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, അധികം വൃത്തിയുള്ള അങ്ങനെയൊന്നുമില്ല. ഞാൻ വൃത്തികേടാക്കി ഇടാറുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് ക്ലിയർ ആവണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കാണണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ തന്നെ അച്ഛൻ പറയാറുണ്ട്, ഒരു ചായ ചോദിച്ചാൽ ഞാൻ എല്ലാം ക്ലീനാക്കി ഒന്നുകൂടെ തുടച്ചിട്ടൊക്കെയാണ് ചായക്ക് വെള്ളം വെക്കുന്നത്. അപ്പോൾ എന്നോട് പറയും ചായ ചോദിച്ചാൽ കിട്ടൂല എന്ന്. കാരണം എന്നിട്ട് ചായ വെച്ച് കുടിക്കുമ്പോൾ ഒരു സമാധാനം, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ പാത്രങ്ങളൊക്കെ കൂടാറുണ്ട്, അങ്ങനെയും സംഭവിക്കും. പക്ഷേ കഴിവതും നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പം നമ്മുടെ മലയാളികളുടെ രാവിലത്തെ മോർണിംഗ് സ്റ്റാർട്ടാവുന്ന ഇങ്ങനെയാണല്ലോ. ചായയോ കാപ്പിയോ, അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റീസ് അവരൊക്കെ സ്മൂത്തി, ജ്യൂസ്, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കണം. ഞാൻ ഇവിടെ എല്ലാവർക്കും ഓരോ ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാറുണ്ട്. ഞാനെങ്ങനെ കുടിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കില്ല. അതൊക്കെ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ എന്താ പറയുക, സ്വന്തം ഹെൽത്ത് നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. കാരണം നമുക്കൊന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകും. ചെറിയ മക്കൾ അവരൊക്കെ എപ്പോഴും കൂടുതൽ നമ്മളോടാണല്ലോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് എന്തിൻ്റെ സമത്വം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എന്നെപ്പോലെ സാധാരണക്കാർക്ക് അത് അങ്ങനെയൊക്കെ തന്നെയാണ് പോവുക കാര്യങ്ങൾ. അപ്പോൾ എന്നെപ്പോലെ സാധാരണ അമ്മമാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഏതൊരു കാര്യവും തുടങ്ങിയേ പറ്റൂ, നമ്മൾ തന്നെ തുടങ്ങിയേ പറ്റൂ, നമ്മൾ തന്നെ തീർത്തേ പറ്റൂ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും, ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന കാര്യം വലിയ മടുപ്പായിട്ടോ ഇതൊന്നും തോന്നില്ല. പിന്നെന്താ വിശേഷം? എനിക്ക് ഈ ഒരു കുഞ്ഞു ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലറിയില്ല. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോളൂസൻ, രോഹിണി, ബിജിത, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. ഒത്തിരി പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, അവരുടെ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ എപ്പോഴും മെസ്സേജൊക്കെ ഇടുന്നൊരു കുഞ്ഞു മോളൊക്കെ ഉണ്ട്. അവളോട് ഞാൻ പറയും നന്നായിട്ട് പഠിക്കുന്നൊക്കെ. അവൾക്ക് സബ്ബൊക്കെ കുറവാണ്. എല്ലാവർക്കും സബ്ബൊക്കെ കുറവാണ്. എല്ലാവരും മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ച് ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവൊക്കെ ഉള്ളവർ സപ്പോർട്ട് ചോദിച്ചാൽ തിരിച്ച് കൊടുക്കുക. കാരണം അധികം വീഡിയോസൊന്നും കണ്ടില്ലെങ്കിലും 1-2 വീഡിയോ ഇതിൽ സ്പാമായി പോവും. വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക.
എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സഹായിക്കാൻ പറ്റും. നമുക്കിപ്പോൾ കാശ് കൊടുത്തോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടോ ഒന്നും ആരെയും കണ്ടുപോയി സഹായിക്കാം, അങ്ങനൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ. അതിൻ്റെ ദോഷമുണ്ടോ? ആദ്യത്തെ ദോഷം എന്നും ഫ്ലോപ്പായി പോകും. എനിക്ക് വേണേൽ ഇത് കാണിക്കാതിരിക്കാം, പക്ഷേ എൻ്റെ അവസ്ഥ, പക്ഷേ എൻ്റെ മക്കളിതൊക്കെ അങ്ങ് സഹിച്ചോളൂ. എപ്പോഴും രണ്ടാമത്തത് ശരി. കാരണം വേറെ പിന്നെ ഈ പാത്രം ഒരുപാട് നാളായതായിട്ട്, ഒരുപാട് നാളായത് യൂസ് ചെയ്യില്ലെന്ന് പറയും. ഇനി എന്തായാലും ഇരുമ്പ് ഇത് പഴയ കാലത്തെ ദോശക്കല്ല് വാങ്ങിക്കണമെങ്കിലേ ശരിയാവുള്ളൂ, അല്ലാതെ ശരിയാവത്തില്ല. പക്ഷെ പൊട്ടാത്ത ദോശയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചമ്മന്തിക്ക് തേങ്ങ എടുത്താൽ ഇതിനിടയ്ക്കൂടെ ആ തേങ്ങാവെള്ളം കളയാതെ കുടിക്കുകയും ചെയ്ത് ഞാൻ മുഖത്തും തേക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മുഖമൊക്കെ ക്ലിയർ ആവും. എൻ്റെ മുഖത്തൊക്കെ ഒത്തിരി കൂരവും പാടുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങയും ഉള്ളി, എനിക്ക് ചെറിയ ഉള്ളി നിറയെ വേണം. അപ്പം ആരോ നടന്നു വരുന്ന പോലെ തോന്നുന്നു, ആരാണെന്നറിയില്ല, നോക്കാം. അപ്പോൾ പിന്നെ ചമ്മന്തിയും ദോശയും രാവിലെ ഇത് തന്നെയല്ലേ നിങ്ങളും? ചിലർ മുളക് പൊടിയൊക്കെ ഇടും. ഞാൻ കല്ലുപ്പ് ഉപയോഗിക്കാറുണ്ട്, പൊടിയുപ്പ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയാനുള്ളത്? എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്ത് നോക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല വെള്ളം കുടിക്കുക. പോടി ഒരു പട്ടിയാണ് കേട്ടോ. പോടി എൻ്റെ കോഴികളെയും ഒക്കെ തിന്നിട്ട് പോയ പന്നപ്പട്ടി. ഇനി മൃഗസ്നേഹികൾ എന്നെ വഴിക്ക് പറയില്ല. വന്നിട്ട് എൻ്റെ കോഴികളെ നമ്മൾ എത്ര ആഗ്രഹിച്ചായിരിക്കും കോഴികളെ വളർത്തുന്ന. എല്ലാ കോഴികളെയും തിന്നിട്ട് ഒരു കോഴിയൊന്നും നമുക്ക് വളർത്താൻ പറ്റുന്നില്ല. അങ്ങനെ വിശപ്പ് കൊണ്ടായിരിക്കും. പക്ഷേ എന്താ ചെയ്യുക, ഒരുപാടങ്ങ് പെറ്റ് വരുന്നുണ്ടല്ലോ. എന്ത് ചെയ്യുക? ഇല്ലെങ്കിൽ ഇതിന് ഷെൽട്ടർ ഹോം വേണം, അല്ലെങ്കിൽ വന്ധ്യകരണം ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം മക്കളെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം അലകുലാന്നായി കിട്ടോ. ആദ്യം കണ്ടതുപോലെയല്ല ഇപ്പോൾ അടുക്കള കിടക്കുന്നത്. മക്കളെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. മൊത്തം തേച്ചൊരച്ച് ഇത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ എന്നും ചെന്നിട്ട് ഭിത്തിയും ഇതൊന്നും തേക്കാനും എടുക്കാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ എല്ലാം. പക്ഷേ ഫാന് 3-4 മാസം കൂടുമ്പോൾ ഫാനൊക്കെ ഞാൻ തുടയ്ക്കും കേട്ടോ. ഈ ജനലൊക്കെ ഒരു 4-5 മാസം 5-6 മാസം കൂടുമ്പോഴേ തുടയ്ക്കാറുള്ളൂ. ഒരു വർഷം വരെ തുടയ്ക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ എന്നും ഞാനതൊന്ന് ജസ്റ്റ് തൂക്കാൻ നേരത്ത് ഇങ്ങനെ ചൂലുകൊണ്ട് ആക്കി എല്ലായിടവും തുടയ്ക്കും. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതൂടെ കാണിക്കുകയാണ് കേട്ടോ. ഇതൊരു കഷ്ടപ്പെട്ട ജോലിയാണ്. അതിനിടയ്ക്ക് എനിക്ക് ചായ ഇടാൻ മടിയായിട്ട് ഞാൻ പറഞ്ഞ അടുത്ത തട്ടുകടയിൽ അവർക്ക് ജീവിക്കണ്ടേ, ഒരു ചായയും കടിയും 2 ചായയും കടിയും വാങ്ങിച്ചുകൊണ്ട് വരാൻ അച്ചാച്ചൻ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ട്. അങ്ങനെ അതിനെന്തൊരു ടേസ്റ്റ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് അത്ര വയ്യാണ്ടായി. എത്രയും ഫുള്ള് ചെയ്ത അച്ചാച്ചനെ സഹായിച്ചു. അപ്പോഴും പിന്നെ ഇത് പണ്ട് കാലത്തെ നെല്ലൊക്കെ ഇടുന്ന പാത്രമാട്ടോ, കോളാമ്പി. പണ്ട് കാലത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന 1 വർഷം താമസിച്ച വീട്, ഞങ്ങളുടെ കുടുംബ വീട്, പഴയ കാലത്തെ ഈ അറയൊക്കെ നിലയൊക്കെയുള്ള ആ വീടായിരുന്നേ. ഇങ്ങനെ നീണ്ട വരാന്തയൊക്കെയുള്ള വീട്. അതിപ്പോൾ പൊളിഞ്ഞു പോയി. എന്നിട്ട് പുതിയ വീട് അച്ചാച്ചൻ വെച്ചത്. അപ്പോൾ അത് പക്ഷെ നല്ലൊരു ഐശ്വര്യമുള്ള വീടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇടിഞ്ഞ് പഴകി മക്കളൊക്കെ ഉള്ളതല്ലേ. അതൊക്കെ എന്തോ അപകടം സംഭവിച്ചു കഴിഞ്ഞ് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ പൊളിച്ച് പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവുമോ. ഇതിപ്പം അതിനിടയ്ക്കൂടെ അരി അടുപ്പത്ത് ഇട്ട് പിന്നെ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വന്ന് ഇങ്ങനെയൊക്കെ ഒരു ദിവസം ഇങ്ങനെ പോവാണ്. ഞാൻ ഈ സ്പീഡിൽ കാണിക്കുന്നു. ഒന്നും എൻ്റെ ഫോണിൽ ക്ലാരിറ്റി ഇല്ല. സ്പീഡിൽ ഓടിച്ചു വിടുന്നത് ബോറടിപ്പിക്കാതിരിക്കാനാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് എന്തോ പോലെയാവും കാണുന്നത് എന്നെനിക്കറിയാം. ഇപ്പം എല്ലാം തുടയ്ക്കാൻ പോവാം ഞാൻ. ഇത് അമ്മച്ചിയുടെ ഡ്രസ്സുകൾ വെച്ചിരുന്ന ചെറിയ അമ്മച്ചിയുടെ നൈറ്റികളുടെ കൈകളെല്ലാം മുറിച്ച് വെക്കുമായിരുന്നു. കാരണം കൈ കയറ്റിയിടാൻ പറ്റത്തില്ലായിരുന്നു. കിടപ്പിലായ ഒരാളുടെ കൈയും കാലും ഒക്കെ പൊക്കിയെടുക്കാൻ പാടല്ലേ. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒന്നുകൂടെ തുറന്ന് നോക്കുന്നത്. ഇത് അമ്മച്ചിയുടെ അലമാരയാട്ടോ. ഞാൻ വന്ന കാലത്ത് അമ്മച്ചിയുടെ താക്കോല് എപ്പോഴും അരയിൽ തിരികെ നടന്നിരുന്നൊരു കാലമുണ്ട്. ആവുന്നിടം വരെ അലമാരയൊന്നും അങ്ങനെ തൊടാൻ പോലും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ താക്കോൽ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്.
ഞാനതൊന്ന് തുറന്നു നോക്കാമെന്ന് കരുതി. വല്ലപ്പോഴും തുറന്നു നോക്കാറുണ്ട്. അതൊക്കെ അമ്മച്ചിയുടെ അമ്മായിയമ്മയും അമ്മായിയപ്പനും നാത്തൂനും ഒക്കെയാണ്. ഇത് അമ്മായിയമ്മയും അമ്മായിയപ്പനുമാണ്. ഇതൊക്കെ അമ്മച്ചിയുടെ ഒരു ശീലം. അവരൊക്കെ മരിച്ചതെടുത്ത് ഒട്ടിച്ചു. ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. അമ്മച്ചിയുടെ സാരികളും ഒക്കെ ആയിരിക്കും. എല്ലാ മണവും അതിലുണ്ട് കേട്ടോ. അമ്മച്ചി ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും. ഒരുപാട് സാരികളുണ്ടായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത്. അപ്പോൾ എന്താ, ഇത് അമ്മച്ചിയുടെ പെട്ടികൾ. ഈ പെട്ടികളൊക്കെ ഇനി വെറും ഓർമ്മകൾ മാത്രമാവും. ഇനി ഇതിനി വൃത്തിയാക്കി എടുക്കണം. ഇത് അമ്മച്ചിയുടെ റൂമാണ്. ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്ത് ഒന്നുകൂടി വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ഉപയോഗിക്കാമല്ലോ. പിന്നെ അതിനിടയ്ക്ക് കഴുകുന്ന ദിവസം ഞാൻ ചവിട്ടികളൊക്കെ കഴുകി ഉണങ്ങാടാറുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുക. എഫേർട്ട് കഷ്ടപ്പാട്ടാണെങ്കിലും ഇപ്പോൾ വലിയ ആൾക്കാർക്ക് ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ ആളെ കിട്ടും. പക്ഷേ ഒക്കെ ഭയങ്കര എക്സ്പെൻസാണ്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അതൊന്നും പറ്റില്ല. അപ്പം നമ്മൾ തന്നെ ചെയ്യുക. ഞാൻ എല്ലാം വൃത്തിയാക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കാറുണ്ട്. ഇപ്പോഴും അടുക്കള ഇങ്ങനെ തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കും. അതെന്നും ഇനി എവിടെ എന്ത് ചെയ്തില്ലെങ്കിലും, ഞാൻ കുളിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ അച്ചാച്ചൻ കളിയാക്കാറുണ്ട്. ഡ്രസ്സൊക്കെ ഇനി മടക്കാൻ കിടക്കും കേട്ടോ. ഇനി മടക്കി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ മടക്കി വെക്കും. എൻ്റെ കല്യാണ സാരിയും നിശ്ചയത്തിൻ്റെ സാരിയും അത്. സാരികൾ അധികം ഇല്ല എനിക്ക്. വാങ്ങിച്ചിട്ടില്ല. പിന്നെ അമ്മച്ചി എല്ലാം റെഡിയാക്കിയത്. അമ്മച്ചിയുടെ റൂം ഇതെൻ്റെ കോന്നിയമ്മ വരുമ്പോൾ കിടക്കുന്ന കട്ടിലും കോന്നിയമ്മയുടെ റൂമുമാണേ. പിന്നെ എന്താ പറയുക, അടുക്കളയൊക്കെ ക്ലീൻ ആയിട്ടോ. ഞാൻ കോവയ്ക്ക മെഴുക്ക് വരട്ടി. ഇവിടെ കോവയ്ക്കയുടെ കളിയാണ്. ഒരു 3-4 കിലോ കോവയ്ക്ക കിട്ടി. കോവയ്ക്ക അന്നോട്ട് മെഴുക്ക് വരട്ടി തോര. എനിക്ക് മെഴുക്ക് വരട്ടിയുടെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അച്ഛനും ഒരു മോനും മെഴുക്ക് വരട്ടി വേണം. അപ്പോൾ അവർക്ക് 2 പേർക്കും ഞാൻ മെഴുക്ക് വരട്ടിയും എനിക്ക് എൻ്റെ ഇളയ ഇസഹാക്കിന് തോരനും വെച്ച്. ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ പാറാട്ടായിരിക്കും കോവയ്ക്ക ഉണ്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ചോറിനെക്കാട്ടിലും അധികം ഇത് തോരനും ചമ്മന്തി. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, മീൻകറിയെക്കാട്ടിലും എനിക്കിഷ്ടം തോരനും ചമ്മന്തിയാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അടുക്കളപ്പണിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മോർണിംഗ് ഇങ്ങനെ പോകും. ഈ ലോങ് വീഡിയോ വളരെ ലോങ്ങായിപ്പോയി എന്ന് എനിക്കറിയാം. ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഒരു ക്ലീനിങ്ങിൻ്റെ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പുറത്തു നിന്നുള്ള ഫുഡുകളൊക്കെ അധികം കഴിക്കാതിരിക്കുക. എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക. വെള്ളം കുടിക്കുക. ഇതിനിടയ്ക്ക് കൂടെ ഒക്കെ വന്ന് ഞാൻ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, കോവയ്ക്ക മെഴുക്കുവരട്ടി. ഞാൻ പുറത്തുനിന്ന് വെച്ച് തന്നെ എണ്ണയും മുളക് പൊടി ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ നല്ല മുരിച്ച് ഇങ്ങനെ എടുക്കും. പിന്നെ അവിടെയൊക്കെ വീണ്ടും അവിടെയെങ്ങും ഒന്നുമില്ലാണ്ടോ ഇപ്പോഴും ഞാൻ ക്ലീനാക്കി ഓരോന്ന് ചെയ്തിട്ടും അപ്പോൾ അതങ്ങ് കഴുകി വെക്കും. അല്ലെങ്കിൽ കൂട്ടിയിട്ട് ആരെക്കൊണ്ടാണ് കഴിയുക. പിന്നെ തലേദിവസത്തെ മീൻകറി ഇരിപ്പുണ്ട്. അത് ഞാൻ അവർക്ക് കൊടുക്കും. ഞാൻ ചമ്മന്തി അരയ്ക്കും. അത് മതി. രാവിലെ അന്ന് പരിപ്പ് തട്ടിയിട്ട്. ഇത് ചായ വാങ്ങിച്ചുകൊണ്ട് വന്ന പാത്രങ്ങളാണ്. അത് മാത്രമേ ഇനി കഴുകാനുള്ളൂ. പിന്നെ അത് എനിക്ക് തോരനായിട്ട് വേണ്ടി എടുത്ത് മാറ്റി വെച്ചേക്കാം കേട്ടോ. അത്രയും എടുത്ത് അരിഞ്ഞ് തോരൻ വെക്കും. എനിക്ക് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തിൻ്റെ തോരനായാലും, തോരനോ ചമ്മന്തിയോ തോരൻ മാത്രം, തോരനും ചോറും ഇങ്ങനെ ഇളക്കി കഴിക്കാൻ എന്തോരം ഇഷ്ടമാണെന്നറിയാമോ. മെഴുക്കുവരട്ടിയെക്കാട്ടിലും ഇഷ്ടം എനിക്ക് തോരൻ. മെഴുക്കുവരട്ടിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെഴുക്കുവരട്ടിന്നും ഉപ്പേരിന്നും ഒക്കെ നിങ്ങൾ പറയും. ചമ്മന്തിയും അരച്ച് തോരനും ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എന്ത് രുചിയാണെന്നറിയോ. പുറത്തുനിന്ന് വല്ലപ്പോഴും കഴിക്കാം, അതിനും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഒരു സാധാരണ ഫാമിലിക്ക് പുറത്തു പോയി ഫുഡ് കഴിച്ച് അതെപ്പോഴും നടക്കില്ല. ഇതിനിടയ്ക്കൂടെ വന്ന് തേങ്ങാവെള്ളം രാവിലെ ഞാൻ തേച്ച് നിങ്ങളെ കാണിച്ചല്ലോ, അത് കഴുകി കളഞ്ഞിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ പാത്രം, കഞ്ഞിവെള്ളം ഞാൻ ഇപ്പോഴും അങ്ങനെ കളയാറില്ല, വെച്ചിരിക്കും. അടുത്ത് ചോറ് വെച്ച് ഊറ്റാൻ നേരത്തെ ഇത് കളയത്തുള്ളൂ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് തേക്കുവാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ സെൽഫായിട്ടുള്ളൊരു സൺസ്ക്രീൻ ലോഷന് പകരം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സൺ പ്രൊട്ടക്റ്റഡ് സെൽഫായിട്ടുള്ള ഒരു സംഭവമാണ് ഈ റൈസ് വാട്ടർ. അത് കുറച്ച് പഴകിയ പുളിച്ചതാണെങ്കിൽ തലേദിവസത്തൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഈ തടിയുടെ അവിടെയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ജോ ലൈൻ ഉണ്ടല്ലോ, അത് തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കും എന്നൊക്കെ പറയുന്നത്. എനിക്കങ്ങനെയൊന്നും അല്ല.
ചബ്ബിയായിട്ടിരിക്കും. എനിക്ക് പക്ഷേ അങ്ങനെ ഇഷ്ടമില്ല ഇങ്ങനെ ചബ്ബിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുളിച്ച് സുന്ദരിയായിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് തരണം പ്ലീസ് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും സുന്ദരിയും സുന്ദരനുമായിട്ടിരിക്കുക.